നമ്മൾ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ മില്യൺ ബെൽസിനെ നമ്മൾ സേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടായിട്ടാണ് കേട്ടോ ഇതിടുന്നത്. ഇത് മൂന്നാമതാണ് നമ്മൾ മില്യൺ ബെൽസിൻ്റെ കെയർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിറയെ മീലി ബഗ്സ് വന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്റ്റെമ്മിൻ്റെ നീരും ലീഫും ഒക്കെ ഇങ്ങനെ നശിപ്പിച്ചതേ ചുവട്ടീനെ ആ സംഭവം നശിപ്പിച്ച് ഇത്രമേലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനിയും ഇത് കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നമ്മളിതിനെ കൈയോടുകൂടി റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മീലി ബഗ്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, ആ ഉണങ്ങിയ ലീവ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകൾ പോർഷൻസിലോട്ട് വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ലീഫ് നന്നായിട്ടിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. താഴത്തെ പോർഷനിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. ഇൻഫെക്ഷൻ വരുന്ന ലീവ്സൊക്കെയാണ് ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുന്നത്. അതറിയാമല്ലോ, നമ്മൾ സാധാരണ മില്യൺ ബെൽസ്, പെറ്റൂണിയ അങ്ങനെയുള്ള പ്ലാന്റ്സ് വളർത്തുമ്പോൾ അറിയാമല്ലോ, ഏറ്റവും മുകളിലത്തെ ലീവ്സ് ഇതിൻ്റെ ഹെൽത്തിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോഴാണ് ഇതിന് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. ഈ മീലി ബഗ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ മാജിക് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെയൊക്കെ അളവ് നോക്കി വേണം അടിക്കാനായിട്ട്. മാജിക് കൊടുക്കാം, നീം ഓയിൽ കൊടുക്കാം, സാഫ് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലും പെസ്റ്റിസൈഡൊക്കെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ പെറ്റൂണിയ പോലെ വേരുള്ള സ്റ്റെം അത്രയും സെൻസിറ്റീവ് അല്ല നമ്മുടെ മില്യൺ ബെൽസിനെങ്കിലും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇതും ഒരു സെൻസിറ്റീവ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഈസിലി പ്രൊപ്പഗേഷൻസ് പോസിബിൾ ആവുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എത്ര വച്ചിട്ടും എനിക്ക് പിടിക്കാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് മില്യൺ ബെൽസ് എന്ന് പറയുന്ന ഐറ്റമാണ് കേട്ടോ. മില്യൺ ബെൽസ് ഒത്തിരി നമ്മളിങ്ങനെ സെർച്ച് ചെയ്താണ് നമ്മുടെ കയ്യിൽ എത്തിച്ച ഒരു വെറൈറ്റിയാണ്. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന വെറൈറ്റിയാണ്. അപ്പോൾ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് കുറച്ച് സാഫ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തു കേട്ടോ. പക്ഷേ ഇത് ഇച്ചിരി ഒന്ന് കട്ടിക്ക് എടുക്കണമായിരുന്നു, ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ അതിൻ്റെ സ്റ്റെമ്മും നമ്മുടെ ആ മണ്ണും കൂടി ചേർന്നിരിക്കുന്ന ആ പോർഷനിൽ നിന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വരികയാണ്. അപ്പോൾ മുകളിലേക്കുള്ള ലീവ്സിൽ ഈ സംഭവം ബാധിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഇടമധ്യത്തിൽ നിൽക്കുന്ന കുറച്ച് ലീവ്സ് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നില്ലേ, അതിൽ നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഒക്കെ അടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അത് ഓക്കെ ആയി വരുള്ളൂ. ഈ ഒരു പ്ലാന്റ് ഞാനിങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നീട് കെയർ കൊടുക്കാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിലവിലത്തെ അപ്ഡേഷൻസൊക്കെ ഞാൻ ഏതെങ്കിലും വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് പോകാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകാം. അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റെമ്മിൻ്റെ പോർഷൻസിലൊക്കെ ഇങ്ങനെ സാഫ് കൊടുക്കുകയാണ്. സാഫ് ഒരു എഫക്റ്റീവായിട്ടുള്ള ഫംഗിസൈഡ് ആണെങ്കിൽ കൂടിയും ചില രോഗങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരില്ല കേട്ടോ. നമ്മൾ ചില രോഗങ്ങൾക്കൊന്നും സാഫ് അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ആവില്ല. അപ്പോൾ അതിന് മറുമരുന്ന് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെയർ പ്ലാന്റ്സ് വെച്ചിട്ട് മാത്രമേ ഓരോ പരീക്ഷണങ്ങൾക്ക് മുതിരാവൂ കേട്ടോ, ഇല്ലെങ്കിൽ പ്ലാന്റ്സും പോവും, നമ്മുടെ കാര്യവും തീരുമാനമാവേ. വയലറ്റ് മില്യൺ ബെൽസ് ഞാൻ ഹാങ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയേ. എല്ലാം ചെയ്ത് നമ്മൾ സെറ്റാക്കി നമ്മൾ കട്ട് ചെയ്ത് സാഫും എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഹാങ് ചെയ്യാൻ പോയപ്പോൾ പോട്ടിൻ്റെ ത്രെഡ് പൊട്ടി, അതായത് ആ തൂക്ക് പൊട്ടി താഴെ വീണുപോയി. അങ്ങനെ പ്ലാന്റിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. നന്നായിട്ട് അതെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നേ, കാരണം ഫുള്ളിങ്ങനെ ചതഞ്ഞു പോയിട്ട് ആ പ്ലാന്റ് പോയി. സ്റ്റെം പ്രൊപ്പഗേഷൻ അറിയാമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ്സിനെ കൈവശം നിർത്താമായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും അത് ദൈവഭാഗ്യം കൊണ്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ വയലറ്റ് കളർ എൻ്റെ കയ്യിൽ നിന്ന് പോയത്. എൻ്റെ ഭാഗ്യദോഷം കൊണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ആ ത്രെഡ് കുറച്ചിങ്ങനെ ലൂസായിപ്പോയി. പ്ലാസ്റ്റിക് തൂക്കിലല്ല ഇരുന്നത്, നമ്മുടെ ഈ ത്രെഡ് മീൻസ് പ്ലാസ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ റോപ്പ് പോലെ ചുറ്റി വരുന്നത്, അതിൽ നിന്ന് വീണുപോയതാണ്. അപ്പോൾ ഈ പ്ലാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ എനിക്ക് വിഷമം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് തൃപ്തിപ്പെടാം. നമ്മൾ കാഴ്ച കാണാനായിട്ടാണല്ലോ മില്യൺ ബെൽസ് നമ്മൾ വാങ്ങി വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡിൽ നിന്നാണ് പൊട്ടി താഴേക്ക് വീണത് കേട്ടോ. എന്തായാലും പ്ലാന്റിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. പിന്നെ ബാക്കി മില്യൺ ബെൽസൊക്കെ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ റോപ്പിൽ നിന്നാണ് പൊട്ടി വീണത്.